ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. നാളെ മുതൽ അക്കൗണ്ടൻസി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ആരംഭിക്കുകയാണ്. നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് +1 ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളെ അവർക്കുള്ള ക്ലാസ്സുകളാണ്. ഒരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് പറയട്ടെ. +1 അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവരെ കൂടാതെ മുന്നേ അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് കയറാൻ നോക്കുന്ന ആൾക്കാർ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ഒന്നും ഓർമ്മയുണ്ടാവില്ല അക്കൗണ്ടൻസിയെ കുറിച്ച്. അവർക്കും ഈ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. അതായത് ടാലി പോലെയുള്ള മറ്റ് ഫോറിൻ സോഫ്റ്റ്വെയർ പോലെയുള്ള ആളുകൾക്കൊക്കെ അത്തരം കോഴ്സുകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ ബേസിക് ആയിട്ട് എന്ത് വേണം, ഈ അക്കൗണ്ടൻസി നമുക്ക് വേണം. അപ്പോൾ അവർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കി പോവുക, എന്നാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മനസ്സിലാക്കുക. ഈ തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ. നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അക്കൗണ്ടൻസിയെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവും, പക്ഷേ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനൊരു സബ്ജക്റ്റ് നിങ്ങളുടെ ഹൈസ്കൂൾ ലെവലിലോ അതിനു മുന്നേ ഒട്ടും പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി വരികയോ ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ +1 കൊമേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ സബ്ജക്റ്റ് മെയിൻ ആയിട്ട് വരുന്നത്. അക്കൗണ്ടൻസിയെ കൂടാതെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന മറ്റൊരു പേപ്പറും ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു പേപ്പറുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 പേപ്പറുകളും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൊമേഴ്സ് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ടൻസിയും ഈ ബിസിനസ് സ്റ്റഡീസും അതിൻ്റെ ബേസ് ആണ്. ബേസ് അതായത് തറ എന്ന് പറയും അല്ലേ, ഏറ്റവും അടിത്തറ. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? അടിത്തറ. നമ്മളെവിടെയാ തറ എന്നൊക്കെ കേട്ടിട്ടുള്ളത്? കൂതറ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തറ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ കെട്ടുമ്പോൾ തറ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ, ബേസ് അല്ലേ. അപ്പോൾ ആ ഫൗണ്ടേഷൻ എന്താണ്? സാധാരണഗതിയിൽ 1, 2, 3 നിലകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഇടുക. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചു തുടങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 ഈ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ടൻസി. ഈ അക്കൗണ്ടൻസി നിങ്ങൾ ഈ അടിത്തറ ഏറ്റവും സ്ട്രോങ് ആയിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് +2 എന്ന് പറയുന്ന 1ാമത്തെ നില ഇതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഡിഗ്രിക്ക് പോകുന്നുണ്ടോ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടോ എന്ന് വിചാരിക്കുക. നിങ്ങൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും CA പഠിക്കണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം അല്ലേ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ +1 അക്കൗണ്ടൻസി ഈ ബേസ് സ്ട്രോങ് ആയിട്ടിരിക്കണം. ഞാൻ കൃത്യമായിട്ട് നല്ല ഉറപ്പുള്ള കരിങ്കല്ല് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളെ ബേസ് കെട്ടിപ്പൊക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വേണ്ടിടത്തൊക്കെ മണ്ണൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അതിന് വേണ്ട വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. എല്ലാം ഉറപ്പിച്ച് വെരി സ്ട്രോങ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോർ കെട്ടാൻ പോകുന്നത്, 1ാമത്തെ നില കെട്ടാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് എത്രയും വേണേൽ കെട്ടിപ്പൊക്കാം. ബുർജ് ഖലീഫ പോലെ 110 നിലയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കെട്ടിപ്പൊക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഈ ബേസ് സ്ട്രോങ് അല്ല എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ കൃത്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, കുറേ എന്തൊക്കെയോ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ജസ്റ്റ് പരീക്ഷ എങ്ങനെയൊക്കെയോ എഴുതി പാസ്സായി. അതുകൊണ്ട് എന്താ പ്രശ്നം? നിങ്ങൾക്ക് +2 പോകുമ്പോൾ ഇത് ബോറടിക്കുന്ന വിഷയമായിട്ട് മാറും, പ്രയാസമുള്ള വിഷയമായിട്ട് മാറും. അങ്ങനെ എടുക്കുന്ന ആളോട് ദേഷ്യം തോന്നും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇതൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്, ഈ വിഷയം നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോടൊപ്പം അല്ലെങ്കിൽ എടുക്കുന്ന ടീച്ചേഴ്സ്, ഞാനോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ സ്കൂളിലൊക്കെ കേൾക്കുന്നുണ്ടാവും, എടുക്കുന്ന ആൾക്കാരോടൊപ്പം തന്നെ സഞ്ചരിക്കണം. സംശയം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ചോദിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ഇതൊക്കെ നിർബന്ധമാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ വർഷം തന്നെ, ഫസ്റ്റ് ഇയറിന് തന്നെ ഡബിൾ പാസ്, എല്ലാവർക്കും 36. ഓക്കെ, ശരി, നമ്മളിത് ആരംഭിക്കുകയാണ് അക്കൗണ്ടൻസി. ഓക്കെ, അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ സാധാരണഗതിയിൽ ഒരുപാട് തരത്തിലുള്ള ഡീലിങ്സുകൾ നടക്കാറുണ്ട്. ഓക്കെ, നമുക്ക് പറയാം, ഇപ്പോൾ ഞാനൊരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കടയിലേക്ക് കുറേ സാധനങ്ങൾ ടൗണിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവരും അല്ലേ. അതിനുശേഷം ഞാൻ എൻ്റെ കടയിൽ നിന്ന് ആൾക്കാർക്ക് ഇതൊക്കെ വിൽക്കും.
അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല പരിചയം അടുപ്പം ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ പൈസ നാളെ തരാം, മറ്റന്നാൾ തരാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ നേരെ തിരിച്ച് കുറച്ച് പേര് ആ സ്പോട്ടിൽ തന്നെ പൈസ തരും. ഓക്കെ. ഇതുപോലെയുള്ള ഒരുപാട് ഡീലിങ്സ് ഇനിയുണ്ട്. നമ്മൾ മറ്റൊരാളുടെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ മാസവും അദ്ദേഹത്തിന് നമ്മൾ വാടക കൊടുക്കേണ്ടി വരും. അത് മറ്റൊരു ഡീലിങ്സ് ആണ്. ഇതിനെയൊക്കെ നമുക്ക് ഡീലിങ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. പിന്നെ ഇതിനൊക്കെ മുന്നേ നമ്മൾ ആ സംരംഭം ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടാകും, അല്ലേ? നമ്മൾ പിന്നെ ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയാക്കി വെച്ചിട്ടുണ്ടാകും, പ്ലാനിങ് നടത്തിയിട്ടുണ്ടാകും, അല്ലേ? ഇതൊക്കെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ 2 തരത്തിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഡീലിങ്സ് ആണ് ശരിക്ക് ഉള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയും. എക്കണോമിക് ആക്ടിവിറ്റി. രണ്ടാമത്തതിന്റെ പേരാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും എന്താ ഇത്? ഒന്നുമില്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥാപനത്തിൽ ഡീലിങ്സ്, ഇതുപോലെയുള്ള ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതിൽ ക്യാഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന, പണം എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിലുണ്ട് എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഞാൻ ഒരു വ്യക്തിക്ക് ഒരു സാധനം വിറ്റു എന്ന് പറയുമ്പോൾ ഇത്ര രൂപയ്ക്ക് വിറ്റു എന്നല്ലേ നമ്മൾ പറയാ? 50 രൂപയുടെ സാധനം വിറ്റു, 50 എന്നുള്ള ഒരു പൈസ അവിടെ ഉണ്ട്, അല്ലേ? ഇനി അതുപോലെ ഞാൻ വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 1000 രൂപ വാടക കൊടുത്തു, 1000 എന്ന് പറയുന്ന ഒരു പൈസ, ഒരു ക്യാഷ് അവിടെ വരുന്നുണ്ട്, അല്ലേ? ഇത്തരം സാധനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഡീലിങ്സിന്റെ ഇടയിൽ പണം, ക്യാഷ് എന്ന് പറയുന്ന സംഗതി കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ് സാധാരണഗതിയിൽ പറയുക. ഇത്തരം എക്കണോമിക് ആക്ടിവിറ്റീസ് മാത്രമാണ് നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ നോട്ട് ചെയ്ത് വെക്കുള്ളൂ, എഴുതി വെക്കുള്ളൂ, റെക്കോർഡ് ചെയ്ത് വെക്കുകയുള്ളൂ. അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ. ഇനി മറ്റൊന്നാണ് എന്ത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ നോൺ എക്കണോമിക് ആക്ടിവിറ്റി? ഇപ്പം ഞാൻ എന്താണോ പറഞ്ഞത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇതുപോലെയുള്ള പല സംഭവങ്ങളും നടക്കുമ്പോൾ അതിലൊന്നും ചിലപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി, അതായത് ഒരു തൊഴിലാളിയെ നിയമിക്കുന്നു. എനിക്കെല്ലാം കൂടെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? സാലറി ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ ഞാൻ ജോലിക്ക് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവിടെ ജോലിക്ക് എടുക്കുമ്പോൾ അതൊരു വലിയ പ്രവർത്തനമാണ്, നമ്മളെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. പക്ഷേ എന്തുണ്ട് അവിടെ? ക്യാഷ് എന്നുള്ളൊരു സംഗതി അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് മാസാമാസം ക്യാഷ് കൊടുക്കണം, അത് വേറെ, അത് പിന്നീട് വരുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെ നിയമിക്കുമ്പോൾ അത് അങ്ങനെ ഒരു ഡീലിങ്സ് നമ്മൾ അവിടെ 2 പേര് ചേർന്ന് നടത്തുമ്പോൾ അവിടെ ക്യാഷ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ വരുന്നില്ല. ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ എക്കണോമിക് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഈ നോൺ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആയിട്ടുള്ള സംഗതി നമ്മൾ അക്കൗണ്ടന്റ് ഒരിക്കലും പുസ്തകത്തിൽ എഴുതി വെക്കില്ല. അക്കൗണ്ടന്റ് ആയിട്ടുള്ള വ്യക്തി ഒരിക്കലും പുസ്തകത്തിന്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പണം കടന്നു വരുന്ന ഡീലിങ്സ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ, എഴുതി വെക്കുകയുള്ളൂ. അതാണ് അക്കൗണ്ടിന്റെ മെയിൻ പണി. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യും? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അത് ഐഡന്റിഫൈ ചെയ്യണം. ഈ സംഗതി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പണി. ഓക്കെ. ഇത്രയാണ് എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഗതി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ബാക്കൗട്ട് വരിക, എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇതേ സംഗതി തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഒരു എംപ്ലോയിയെ നിയമിക്കുന്നു എന്നുള്ളത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എംപ്ലോയിനെ നിയമിക്കുമ്പോൾ അയാൾക്ക് സാലറി കൊടുക്കണ്ടേ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ശരിയാണ്, സാലറി കൊടുക്കണം. അപ്പോൾ ക്യാഷ് വരുന്നുണ്ട്. ആ സാലറി കൊടുക്കുന്നത് നമ്മൾ എഴുതി വെക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നു, കറണ്ടിന്റെ പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ
എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നത് നമ്മൾ എഴുതി വെക്കും. പക്ഷേ എംപ്ലോയിയെ നിയമിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പക്ഷേ ഇത് നോൺ എക്കണോമിക് ആണ്, എക്കണോമിക്കിൻ്റെ അണ്ടറിൽ വരുന്നത് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം. ഓക്കെ. അതുപോലെ നാളെ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അവിടെ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തലേ ദിവസം മുതലാളി തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ എംപ്ലോയീസിനോട് മാനേജറോടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും എക്കണോമിക് ആക്ടിവിറ്റി അല്ല. പക്ഷേ ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇതൊക്കെ എന്ന് കരുതിയിട്ട് അതൊന്നും ഒരു അക്കൗണ്ടന്റ് എഴുതി വെക്കില്ല. അത് എഴുതി വെക്കുന്നത് വിറ്റത് ഇത്ര, വാങ്ങിയത് ഇത്ര, റിട്ടേൺ ആയത് ഇത്ര, പൈസ കിട്ടിയത് ഇത്ര, കിട്ടാനുള്ളത് ഇത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ. ദാറ്റ് ഈസ് എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ മീനിങ്, ഒരു ഡെഫിനിഷനാണ്, 1-2 ഡെഫിനിഷൻ നമുക്ക് നോക്കാനുണ്ട്. അത് നോക്കിയിട്ട് അതിലുള്ള ഓരോ വാക്കുകളെയും എടുത്തിട്ട് പിന്നെ ഇഴ കീറി മുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സി യു, ബൈ.